ഭാരതത്തിൽ സ്ത്രീകൾക്ക് ഒന്നാം സ്ഥാനമാണ് എക്കാലവും കൊടുത്തിരുന്നത്. നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ വേദങ്ങളും ഉപനിഷത്തുകളും പരിശോധിച്ചാൽ മതി. വളരെ പ്രാധാന്യം. നമ്മൾക്കിവിടെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ മൊത്തം കണക്കിലെടുത്താൽ ദേവീക്ഷേത്രങ്ങളാണ് ഇപ്പോഴും അധികം ഉള്ളത്. അത് എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്ന സ്ത്രീക്കാണ്. എന്നിട്ട് എന്ന് തുടങ്ങിയാണ് നമ്മൾക്കിവിടെ അതിനുള്ള പ്രാധാന്യം അല്പം കുറഞ്ഞു വന്നത്. അതൊന്ന് നോക്കാം. നമ്മൾക്ക് ഇവിടെ ജാതി വ്യവസ്ഥ വന്നതോടുകൂടിയാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്കും പ്രാധാന്യം കുറച്ച് കണ്ടത്. അതായത് ഈ മനുസ്മൃതിയും മറ്റുമൊക്കെ അതിനകത്ത് കലർപ്പുണ്ടാക്കി ഈ സ്ത്രീക്ക് പ്രാധാന്യം കുറച്ച് കാണിച്ചു, പ്രാധാന്യം കുറച്ച് എഴുതി വെച്ചു. ജാതി വ്യവസ്ഥയെ ഊട്ടി വളർത്താൻ വേണ്ട കൃത്രിമെല്ലാം കാണിച്ചു അതിൽ. അതാണ് നാം ഇന്ന് കാണുന്നത്. അത് 1000 കൊല്ലത്തിന് ശേഷമാണ്. 1000 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമില്ല ഈ ഒരു വികൃതനം ഭാരതത്തിൽ നിരന്നിട്ട്. അത് നമ്മൾ അറിയണം. ഇപ്പം നമ്മൾ സ്ത്രീക്ക് ശരിയായ പ്രാധാന്യം കൊടുത്ത് സമൂഹത്തിൽ നല്ല നിലയിൽ വരുന്നെങ്കിലേ സമൂഹം വികസിക്കുകയുള്ളൂ. അടിച്ചമർത്തി വെക്കുന്ന ഒരു സമൂഹം ഒരിക്കലും ഉയരുകയില്ല, വളർച്ചയിലേക്ക് വരികയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ 20-ാം നൂറ്റാണ്ട് മുതൽ അതിപ്രാധാന്യമാണ് സ്ത്രീക്ക് കൊടുത്തിരുന്നത്. സർവ്വസ്വാതന്ത്ര്യം, ഇന്ത്യയിലെ പോലെ തന്നെ. ഇന്നും അവിടെ അങ്ങനെയാണ്. അവർ ഇടപെടാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളിലും സ്ത്രീ കടന്നു ചെല്ലുന്നു. ഒരു രംഗത്തും അവർ പുറകോട്ട് നിൽക്കുന്നില്ല. അതാണ് ഇത്ര പെട്ടെന്ന് യൂറോപ്പ് വികസിക്കാൻ കാരണം. യൂറോപ്പ് അതിവേഗമാണ് വികസിച്ചത്. ഒരു നൂറ്റാണ്ടുകൊണ്ടാണ് ഇത്രയും വികസിച്ച് വന്നത്. 20-ാം നൂറ്റാണ്ടുകൊണ്ട് അവിടുന്ന് ആ പ്രകൃതം അമേരിക്കയിലേക്കും പകർന്നു. യൂറോപ്യൻ കൾച്ചറാണല്ലോ അവിടെ ഉള്ളത്. അത് പെട്ടെന്ന് അവിടെ അത് പടർന്ന് പന്തലിച്ചു. സ്ത്രീയുടെ പ്രാധാന്യം വർദ്ധിച്ചു. കാരണം ഒത്തിരി സാധ്യതകൾ അവരിൽ നിന്ന് നമുക്കുണ്ട്. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക്. ഒരു പുരുഷൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സ്ത്രീക്ക് വളരെ അനായാസം ചെയ്യാൻ പറ്റും. അതറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ യോഗികൾ. അതുകൊണ്ടാണ് ഇവിടെ ദേവിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. എല്ലാ കൃതികളിലും, എല്ലാ വേദങ്ങളിലും, എല്ലാ രംഗത്തും ഒരേ സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരുന്നത്. ആ രീതിയിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുസ്മൃതി കൃത്രിമം കാണിച്ചു. അതോടൊപ്പം ഈ സ്ത്രീയുടെ പ്രാധാന്യം വളരെ കുറച്ച് കാണിച്ചു. അന്ന് മുതലുള്ള പെശകാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ 1000 കൊല്ലത്തെ പ്രശ്നമേ ഉള്ളൂ ഭാരതത്തിന്. അല്ലാതെ അതിനു മുമ്പോ ഈ 75 വർഷത്തിന് ശേഷവും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ ആ വലിയ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കഠിനമായിട്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലം അതിവേഗമാണ് നമ്മളുടെ ഈ മുന്നോട്ടുള്ള പോക്ക്. സ്ത്രീ ഇന്ന് എല്ലാ മേഖലയിലും ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന സ്ത്രീകളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ബുദ്ധിപൂർവ്വമാണ് അവരുടെ ഇടപെടൽ. വളരെയധികം അത് പ്രായോഗിക തലത്തിൽ അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉത്തർപ്രദേശിലൊക്കെ പ്രധാനപ്പെട്ട തസ്തികകളെല്ലാം പോലീസിൻ്റെ സ്ത്രീകളാണ്. കൊച്ചു പെൺകുട്ടികൾ. ഇത് പ്രായപൂർത്തിയായി കഴിഞ്ഞത് അധികമായതല്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, ഉന്നത ബിരുദധാരികളാണ്. അതിനുള്ള പ്രായമായിട്ടുള്ളൂ. നല്ല പോലെ കാര്യം നിർവഹിക്കുന്നു. നിയമത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിയമം നടപ്പാക്കും. അതാണ് വലിയ പ്രത്യേകത. അതിനുള്ള തൻ്റെയോടും അതിനുള്ള ശക്തിയും എല്ലാം ഉണ്ട്. ആ എല്ലാ മേഖലകളും, വക്കീലന്മാർ, ഡോക്ടർമാർ, നമ്മൾ ഇപ്പം ശൂന്യാകാശത്തേക്ക് പോയ ആൾക്കാരെ അറിയത്തില്ലേ, അതുപോലെ ഒത്തിരി രീതിയിൽ നമ്മൾ വളർത്തുകൊണ്ടിരിക്കുക. അപ്പം സ്ത്രീയുടെ പ്രാധാന്യം ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത്. സ്ത്രീകളുടെ പ്രാധാന്യം കുറച്ച് കണ്ടതാണ് ഭാരതത്തിൻ്റെ ദുര്യോഗത്തിന് കാരണമായത്. കാരണം ഈ 1000 കൊല്ലം കൊണ്ട് വന്ന പല പ്രശ്നങ്ങളും ഇതുപോലൊക്കെ കൂടി അതിനകത്ത് കലർന്നതുകൊണ്ടാണ് സംഭവിച്ചത്. ഈ ജാതിയും അതിനെ നിലനിർത്താനുള്ള തന്ത്രങ്ങളും
തന്ത്രത്തിൻ്റെ ഓടൊപ്പം തന്നെ ഈ ഒരു നല്ല സമൂഹത്തിൻ്റെ ഒരു മേജർ വിഭാഗത്തെ, ഉൽപ്പാദനക്ഷമതയുള്ളവരെ, നല്ല കഴിവുള്ളവരെ മാറ്റി നിർത്തിയപ്പോൾ നമ്മൾ പുറകോട്ട് പോയി. അതേ പ്രാധാന്യം ഇന്ന് കിട്ടിത്തുടങ്ങി വീണ്ടും. പ്രത്യേകിച്ച് മോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം സ്ത്രീക്കുള്ള പ്രാധാന്യം വളരെയധികമാണ്. അവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്നു അദ്ദേഹം. തിരുവനന്തപുരം മേജറുടെ കണ്ടില്ല, നമ്മൾ കാൽ തൊട്ട് വന്ദിച്ചു. അത് ഇതിനോട് ധാരാളം കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ അവരടുക്കെ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടാൽ അദ്ദേഹം കാല് തൊട്ട് വന്ദിക്കും. അല്ലെങ്കിൽ തന്നെ പ്രായമുള്ളവരാണെങ്കിൽ കാല് തൊട്ട് വന്ദിക്കാറുണ്ട്. ആ സ്ത്രീയുടെ ഗൗരവം, ആ പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിയുന്നു. ശരിയായ ഒരു കൾച്ചർ അനുസരിച്ച് ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ്. ഒരു രീതിയിൽ അവർ ഒരു പുറകോട്ട് കാണേണ്ട ഒരു കുറവും കൽപ്പിക്കാത്തൊരു സമൂഹമാണ്. നമുക്ക് ഈ ഒരു പ്രശ്നം ഒട്ടും താമസിയാതെ നമ്മൾ നല്ലൊരു പദവിയിലേക്ക് വന്നു ചേരും എന്ന് ഉറപ്പുണ്ട്. ഓക്കെ.